ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നോ ജോലി ചെയ്തുകൊണ്ടോ പൂർത്തിയാക്കാം. ബാസ് സ്റ്റഡി സെന്ററിലൂടെ BA, BCom, BBA, PSW എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഒക്ടോബർ 2024 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് സെന്ററുകളിലുള്ള നാളത്തെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. ഈ നാളെ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ, ലോക്സഭ ഇലക്ഷനും നമ്മുടെ നിയമസഭാ ഇലക്ഷനൊക്കെ ബൈ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സെന്ററുകളിലൊക്കെ പോളിംഗ് ബൂത്തുകളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ എക്സാം നടത്തില്ല. അപ്പൊ ആ ഒരു കാരണത്താൽ തന്നെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു എക്സാം എന്നാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ സെന്ററുകളിലാണ് ഈ ഒരു എക്സാം മാറ്റി വെച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നാളെ എക്സാം ഇല്ലാത്ത കുട്ടികൾ ആർക്കൊക്കെ എക്സാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NUS ഒക്ടോബർ 2024 കുട്ടികളോട് വേണ്ടിയിട്ട് ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ എക്സാമിനേഷൻ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് കുറച്ച് സെന്ററുകളിൽ നാളെ നടക്കുന്ന സോഷ്യോളജി അല്ലെങ്കിൽ 10ാം ക്ലാസിന്റെ എക്സാംസ് ഉണ്ടെങ്കിൽ നാളത്തെ ഡേറ്റിൽ വന്നിട്ടുള്ളത് ഒരു 4 സെന്ററുകളിലുള്ള എക്സാംസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ, ഇപ്പോൾ വയനാട് നമുക്ക് നാളെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് പാലക്കാട്, ചേലേക്കര ഈ ഭാഗങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുകയാണ്. സോ ഇലക്ഷൻ നടക്കുന്നതിന് ഭാഗമായിട്ട് പോളിംഗ് ബൂത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എക്സാം നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് സെന്റേഴ്സിൽ നിന്നൊക്കെ എക്സാമിനേഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ NUSലുള്ള എല്ലാ കുട്ടികളുടെ എക്സാം നാളേക്ക് മാറ്റിയിട്ടില്ല. ഞാനൊരു ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വീഡിയോ അവിടെയും ഇവിടെയും വാലും തലയും കണ്ടിട്ട് പോയിട്ട് നാളത്തെ എക്സാം എഴുതാതിരിക്കുക, അതിൽ പോയി എഴുതുക, അങ്ങനത്തെ സിറ്റുവേഷൻ വരണ്ട. നമ്മൾ പറയുന്ന സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇത്രയും സെന്ററുകളിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ മാറ്റി വെച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ കുട്ടികൾക്കും നാളെ എക്സാമിനേഷൻ നടക്കുന്ന കാര്യവും നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം നാളത്തെ എക്സാം മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നാളെ എക്സാം ഒഴിവാക്കിയുള്ള സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോ നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തു. നാളെ 13 നാളത്തെ എക്സാമിനേഷൻ സീനിയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള എക്സാമിനേഷൻ നാളെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 1 അർഫ ഇംഗ്ലീഷ് സ്കൂൾ തൃശ്ശൂരിലെ അർഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാളെ നടത്താനിരിക്കുന്ന എല്ലാ എക്സാമിനേഷൻസും NUSന്റെ +2 10ാം ക്ലാസിന്റെ എക്സാമിനേഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. മക്കളെ, ഈ സെന്ററുകളിൽ തന്നെ എക്സാം മാത്രമാണ് നാളേക്ക് ഒഴിവാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ എല്ലാം മാറ്റി വെച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾക്ക് എല്ലാ സെന്ററും അല്ല മാറ്റിയിട്ടുള്ളത്, ഈ സെന്ററുകളാണ് മാറ്റിയിട്ടുള്ളത്. സോ ഈ സെന്ററുകളിൽ പരീക്ഷ എഴുതുന്ന ഒരുപാട് കുട്ടികൾ 500, 1000, 1500, 2000-ഓളം കുട്ടികൾ ഈ ഒരു 4 സെന്ററുകളായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടാവും. സോ ഇത്രയും കുട്ടികൾക്കാണ് നാളെ എക്സാം ഇല്ലാത്തത്. അപ്പൊ അതിൽ സെക്കൻഡ് സെന്റർ വരുന്നത് കേന്ദ്രീയ വിദ്യാലയ കൽപ്പറ്റ വയനാട്. നമുക്കൊരു സെന്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കൽപ്പറ്റ വയനാട് KV കേന്ദ്രീയ വിദ്യാലയ. സോ നാളെ വയനാടൊക്കെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കേന്ദ്രീയ വിദ്യാലയ കൽപ്പറ്റ വയനാട് എക്സാം സെന്റർ, സ്റ്റഡി സെന്റർ അല്ല, എക്സാം സെന്റർ. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ, നാളത്തെ എക്സാം ഈ ഒരു സെന്ററിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നാളെ എക്സാം നടക്കുന്നില്ല, എക്സാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ PV's മോഡൽ സ്കൂൾ നിലമ്പൂർ മലപ്പുറം, അഗൈൻ ലോക്സഭാ മണ്ഡലമാണ്, നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലമാണ്. PV's മോഡൽ സ്കൂൾ നിലമ്പൂർ മലപ്പുറം. സോ ഈ ഒരു സെന്റർ കിട്ടിയ കുട്ടികളാണെങ്കിലും നാളെ എക്സാമിനേഷൻ ഇല്ല. ഓക്കെ, നാളത്തെ എക്സാമിനേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ അഗൈൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പെട്ടതാണ് നമ്മുടെ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ മലപ്പുറം, അവിടെയും നമുക്ക് എന്തില്ല, നാളെ എക്സാമിനേഷൻ നടക്കുന്നില്ല. സോ +2 10ാം ക്ലാസ് ഈ 4 സെന്ററുകളിലാണ് നിങ്ങൾക്ക് നാളത്തെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, നിങ്ങൾ ഇതുവരെ എക്സാം എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് നാളെ എക്സാമിനേഷൻ ഇല്ല. സോ എക്സാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഇത്രയും സെന്ററുകളിലുള്ള കുട്ടികളാണെങ്കിൽ നാളെ എക്സാമിന് പോകേണ്ട കാര്യമില്ല മക്കളെ. നാളത്തെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള എല്ലാ സെന്ററുകളിലും നാളെ കറക്റ്റ് ആയിട്ട് 2:30 മുതൽ 5 വരെ നമ്മുടെ എക്സാമിനേഷൻ നടക്കും. അതിൽ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ മാറ്റി വെച്ച ഡേറ്റ്, അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് നാളെ എക്സാം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പുതുക്കിയൊരു ഡേറ്റിൽ ഈ 4 സെന്ററുകളിൽ മാത്രം വീണ്ടും എക്സാം നടത്തുന്നതാണ്. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും അതിന്റെ എക്സാം നടക്കുക. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നാളെ എക്സാം നടക്കുന്നത് കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് നോക്കുക. സോ എന്തായാലും നാളത്തെ എക്സാം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ, +2 ആണെങ്കിൽ സോഷ്യോളജി ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. സോഷ്യോളജി അല്ലാതെ വേറെ സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കുട്ടികളൊക്കെ നാളത്തെ എക്സാംസ് ഏതൊക്കെയാണ് വരുന്നത് അതൊക്കെ ഈ സെന്ററുകളിൽ നാളെ എക്സാം ഇല്ല. സോ നാളെ നടക്കുന്ന എക്സാമിനേഷൻ ഈ 4 സെന്റർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സെന്ററുകളിലും നടക്കും എക്സാമിനേഷൻ. അപ്പൊ ഇത്രയും കുട്ടികൾക്ക് നാളെ എക്സാമിനേഷൻ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയാണ്, നാളെ ഇലക്ഷൻ കാരണം ഈ 4 സ്കൂളുകളിൽ, അതായത് അർഫ ഇംഗ്ലീഷ് സ്കൂളും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയ കൽപ്പറ്റ വയനാടും അതുപോലെ തന്നെ PV's മോഡൽ സ്കൂൾ നിലമ്പൂർ, അതേപോലെ ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പാലേമാട്. സോ ഇത്രയും സെന്ററുകളിൽ നാളെ എക്സാമിനേഷൻ നടക്കുന്നതല്ല. ഇത് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് വീണ്ടും റീഷെഡ്യൂൾ ആവും. പോസ്റ്റ്പോൺ ഡേറ്റ് ആണ്. ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് മാത്രം എക്സാമിനേഷൻ നടക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ എക്സാം ഇല്ലാത്ത സെന്ററുകളാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ സെന്ററുകളും നാളെ എക്സാം നടക്കുന്ന കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കുക. നാളെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും
ഈ സെന്ററുകളല്ലാതെ വേറെ ഏത് സെന്ററുകളിലാണ് നിങ്ങൾ എക്സാം ഷെഡ്യൂൾ ആയിട്ടുള്ളത് പ്ലസ് 2 10ാം ക്ലാസ് അല്ലെങ്കിൽ നാളെ നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതുക. ഇലക്ഷൻ കാരണം മാത്രമാണ് ഈ ഒരു എക്സാംസ് മാറ്റിയിട്ടുള്ളത്. അതല്ലാതെ മൊത്തമായിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഈ 4 സെന്ററുകളിൽ മാത്രമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. സോ നമ്മളിന്ന് പറഞ്ഞത് എക്സാം ക്യാൻസൽ ചെയ്ത സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഇത്രയും ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മുറി ഇൻഫർമേഷൻസ് കിട്ടും. സോ എക്സാം മൊത്തം ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെന്റർ വെച്ചിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ സെന്ററുകളൊക്കെ ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ അവരിലോട്ടൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.